നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മലബാറിൻ്റെ മണ്ണിലാണ് ഹരിതസുന്ദരം ഇപ്പോൾ. കാസർഗോഡ് നീലേശ്വരത്തിനടുത്തുള്ള പടന്നക്കാട് കാർഷിക കോളേജ് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കുന്നു. കേരളത്തിനായി ആയിരക്കണക്കിന് കൃഷിശാസ്ത്രജ്ഞന്മാരെയും കൃഷി ഉദ്യോഗസ്ഥരെയും സൃഷ്ടിച്ച കലാലയം ഇപ്പോൾ കർഷക സേവനത്തിൻ്റെ പാതയിൽ കൂടിയാണ്. രജത ജൂബിലി നിറവിൽ നിൽക്കുന്ന കാർഷിക കോളേജിൻ്റെ നാൾവഴിയിലൂടെ ഒരു യാത്ര കാണാം. ഹരിതം സുന്ദരം. പടന്നക്കാട് കാർഷിക കോളേജ് 1994 ആരംഭിച്ച കലാലയം 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കുന്നുണ്ട് കൃഷിയുടെ ഈ കർമ്മക്ഷേത്രം. ശാസ്ത്രജ്ഞരെയും കൃഷി ഓഫീസർമാരെയും ഗവേഷകരെയും അനവധി സൃഷ്ടിച്ച ഈ കലാലയം ഇന്ന് നിറവിലാണ്. ഹരിതം സുന്ദരം കഥ പറയാനായി ചെല്ലുമ്പോൾ മുറ്റത്ത് ഒരു മാമ്പഴമുണ്ട്. അത് ഒരു ശില്പമാണെന്നറിയുമ്പോഴേക്കും കൗതുകമുണ്ട്. പടന്നക്കാടിന്റെ സ്വന്തം ഫിറാങ്കിലുഡ്വ മാമ്പഴമാണ്. ശില്പമെങ്കിലും അതിന് ഭംഗിയുണ്ട്. ഇന്ന് കാർഷിക കോളേജിന്റെ അഭിമാന സ്തംഭമായിരിക്കുന്നു ഫിറാങ്കിലുഡ്വ. ചില്ലറക്കാരനല്ല ഫിറാങ്കിലുഡ്വ, മധുര തേൻകനിയാണ് ഈ മാമ്പഴം. സാധാരണ മാവിൽ നിന്നും വ്യത്യസ്തം. പച്ചമാങ്ങയ്ക്ക് പുളിപ്പില്ലെന്ന് കേട്ടാൽ മൂക്കത്ത് വിരൽ വെക്കേണ്ട. പച്ചയ്ക്കും പറിച്ചു തിന്നാവുന്ന ഫിറാങ്കിലുഡ്വയ്ക്ക് ആരാധകർ ഏറിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഒരു മാന്തോപ്പാണ് പടന്നക്കാട് കാർഷിക കോളേജ്. എങ്ങും ഫിറാങ്കിലുഡ്വയുടെ മാവുകൾ. മാമ്പു ഉരുക്കുന്ന വേനലും കണ്ണിമാങ്ങകൾ തല്ലിക്കൊഴിക്കുന്ന കാറ്റുമൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊന്നും ഫിറാങ്കി പേടിക്കുന്നില്ല. മൂത്തുവിളഞ്ഞ് കാറ്റത്ത് ആടി അങ്ങനെ നിൽക്കും. മധുരമുണ്ടെന്ന് മനസ്സിൽ പതിഞ്ഞാൽ പിന്നെ ഈ മാമ്പഴത്തെ ആരും നോക്കി നിന്നുപോകും. മാമ്പഴമാണ് കാർഷിക കലാലയത്തിന്റെ പ്രധാന ഗവേഷണ ഇനം. 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഫിറാങ്കിലുഡ്വയുടെ തൈകൾ വിപണനത്തിന് തയ്യാറാക്കിയത് കോളേജിന്റെ വലിയ നേട്ടം തന്നെയാണ്. മാങ്ങകൾ പലതരമുണ്ട്. മല്ലികയും നീലവും അൽഫോൻസുമൊക്കെ നമ്മൾ കേട്ടുപതിഞ്ഞ ഇനങ്ങൾ തന്നെ. കലാപ്പാടിയും മുണ്ടപ്പയും മൽഗോവയുമൊക്കെ മാമ്പഴങ്ങളിൽ മുന്നിലാണ്. എന്നാൽ അവരെയെല്ലാം വെല്ലാൻ കാസർഗോഡ് ഇനമായ ഫിറാങ്കിലുഡ്വയ്ക്ക് കഴിയും. ഇപ്പോൾ കാർഷിക കോളേജ് ക്യാമ്പസിൽ നമ്മളടുത്ത് ഏകദേശം 20ഓളം മാവിനങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഇനം എന്ന് പറഞ്ഞാൽ ഫിറാങ്കിലുഡ്വ. അപ്പോൾ അതെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇവിടുന്ന് അതിൻ്റെ നടീൽ വസ്തുക്കൾ ഇവിടുന്ന് വിതരണം ചെയ്യുന്നുണ്ട്, മറ്റുള്ള മാവിനങ്ങളോട് കൂടിയിട്ട്. അപ്പോൾ എല്ലാ മാവിനങ്ങളും ഇതിന് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ നടാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പച്ചയും നമുക്ക് കഴിക്കാൻ പറ്റും, പഴുത്തത് നല്ല മധുരമുള്ള ഇനമാണ്, പുളി തീരെയില്ല. അതാണ് അതിൻ്റെ ക്വാളിറ്റി. പിന്നെ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മീഡിയം സൈസായിട്ട് വരും. മീഡിയം കുറച്ച് വലിയ വലുപ്പമുണ്ട്. ഏകദേശം ഒരു 300 മുതൽ 500 ഗ്രാം വരെ ഒരു മാവിൻ്റെ മാങ്ങയുടെ തൂക്കം കിട്ടുന്നുണ്ട്. മാങ്ങകളെക്കുറിച്ചും മാവിനങ്ങളെക്കുറിച്ചും ഗവേഷണം നടത്തുന്ന വലിയ ലബോറട്ടറിയിലേക്കാണ് ഞങ്ങൾ ചെന്നത്. വിവിധ ഇനങ്ങളിലുള്ള മാമ്പഴം ഇവിടെ പ്രത്യേക മാധ്യമത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. എല്ലാത്തിനും ഗവേഷണമുണ്ട്. H45ഉം HXNുമൊക്കെ വിവിധ കുപ്പികളിൽ വിശ്രമിക്കുന്നുണ്ട്. മാമ്പഴത്തിന്റെ മേനിമിനുക്കും നാരുകളും പൾപ്പും മധുരവുമൊക്കെ കൃത്യമായി നിർണ്ണയിക്കുവാൻ ലാബിൽ സൗകര്യങ്ങളുണ്ട്. റിഫ്രാക്ടോമീറ്ററാണ് ഇതിനായി ഉപയോഗിക്കുക. പ്രത്യേക മാധ്യമങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മാമ്പഴത്തിന്റെ പൾപ്പ് റിഫ്രാക്ടോമീറ്ററിലേക്ക് ചെല്ലുമ്പോൾ അത് ചില സൂചനകൾ നൽകും. വിദ്യാർത്ഥികൾക്ക് ഇത് പ്രവൃത്തി പരിചയ കളരി തന്നെ. മാമ്പഴം നല്ലതാണോ, കൃഷിക്ക് അനുയോജ്യമായ ഇനമാണോ എന്നൊക്കെ പരിശോധിക്കുകയാണ് ലബോറട്ടറിയുടെ ചുമതല. കൃഷിയുടെ ഈ സരസ്വതി ക്ഷേത്രത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാതെ തരമില്ലല്ലോ. എല്ലാ പഴവർഗ്ഗങ്ങളുടെയും ഈ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് റിഫ്രാക്ടോമീറ്റർ എന്ന് പറയുന്നത്. ഇതിന് ഹാൻഡ് റിഫ്രാക്ടോമീറ്റർ എന്ന് പറയും. അതല്ലാതെ നമുക്ക് വേറൊരു റിഫ്രാക്ടോമീറ്റർ ഉണ്ട്. നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യുന്ന വേറെ മൈക്രോസ്കോപ്പുള്ള ഒരു റിഫ്രാക്ടോമീറ്റർ ഉണ്ട്. അത് അബി റിഫ്രാക്ടോമീറ്റർ, ഇത് ഹാൻഡ് റിഫ്രാക്ടോമീറ്റർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഒരു പ്രിസം ഉണ്ട്.
ഈ പ്രിസം നമ്മൾ ശരിക്കും വെച്ചാൽ ഈ നമ്മൾ TSS കണ്ടന്റ് എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. അത് നമ്മൾ ആ സ്കെയിലുമായിട്ട് TSS ആയിട്ട് കോറിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജ്യൂസ് നമ്മൾ ഏത് മാങ്ങ അല്ലെങ്കിൽ മറ്റുള്ള പഴവർഗ്ഗങ്ങളാണെങ്കിൽ ജ്യൂസ് കുറച്ച് നമ്മൾ പിഴിഞ്ഞെടുത്ത് ഇവിടെ ഈ പ്രിസത്തിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് അടച്ച് ഐ പീസിലൂടെ നമ്മളിങ്ങനെ തിരിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളവിടെ ഒരു നീല കളറും ഒരു വെള്ളയും കളറും കാണുന്നുണ്ട്. അതിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നത് TSS കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ല മാവിനാണെങ്കിൽ ഏകദേശം 20 ഡിഗ്രി വരെ ഉണ്ടാവും നല്ല മധുരമുള്ളത്. കാർഷിക കീടങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മറ്റൊന്ന്. ചെമ്പൻ ചെല്ലിയും കൊമ്പൻ ചെല്ലിയുമൊക്കെ തെങ്ങിനെ ബാധിക്കുന്ന കീടങ്ങളാണ്. തടിതുരപ്പൻ വണ്ടിനെയും പഴംകുത്തി ശലഭങ്ങളുടെയുമൊക്കെ ജീവിതചക്രം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ശത്രുകീടങ്ങളെ തുടക്കത്തിലെ തുരത്തണമെങ്കിൽ അവരുടെ ജീവിതചക്രം തന്നെ അറിയണം. അതിനായി ലബോറട്ടറിയിൽ പ്രത്യേക സൗകര്യങ്ങളുണ്ട്. പടന്നക്കാട് കോളേജിലെ ഹോർട്ടിക്കൾച്ചർ വിഭാഗത്തിനാണ് ഇതിൻ്റെയൊക്കെ ചുമതല. ഇന്ന് അനേകായിരം കർഷകരുടെ ജീവിതമാർഗമാണ് കൂൺ. ചിപ്പിക്കൂണും പാൽക്കൂണുമൊക്കെ കൃഷി ചെയ്ത് നല്ല വരുമാനം നേടുന്ന ധാരാളം കർഷകർ കേരളത്തിലുണ്ട്. അവർക്ക് അത്താണി കൂടിയാണ് പടന്നക്കാട് കാർഷിക കോളേജ്. കൂണിനെക്കുറിച്ച് ഗവേഷണങ്ങൾ നിരവധി. നല്ല മാതൃവിത്തുകൾ ഉണ്ടാക്കുകയാണ് പ്രധാനം. അതിനായി എല്ലാവിധ സാങ്കേതിക സൗകര്യങ്ങളുമുള്ള ലബോറട്ടറി പ്രവർത്തിക്കുന്നു. ചിപ്പിക്കൂണിൻ്റെയും പാൽക്കൂണിൻ്റെയുമൊക്കെ മാതൃസ്പാൺ ഉണ്ടാക്കുകയാണ് പ്രധാന ജോലി. ലാമിനാർ എയർഫ്ലോ ചേമ്പറാണ് ഇത്തരം ലബോറട്ടറികളിലെ പ്രധാനപ്പെട്ട ഉപകരണം. പൂർണ്ണമായും അണുവിമുക്തമായ സജ്ജീകരണങ്ങളോടെയാണ് കൂണിൻ്റെ വിത്തുകൾ ഉണ്ടാക്കുക. ലാമിനാർ എയർഫ്ലോ ചേമ്പറാകട്ടെ ഉള്ളിലുള്ള വായുവിനെ വലിച്ചെടുത്ത് ശുദ്ധീകരിച്ച് പ്രവഹിപ്പിക്കുകയാണ്. പുറത്തുനിന്നും ഒരണുവിന് പോലും ഉള്ളിലേക്ക് കയറാനാകില്ല. ഇനി അഥവാ ആരെങ്കിലും വന്നാൽ അവരുടെ കാര്യം ഫ്ലെയിം അഥവാ അഗ്നിജ്വാല നോക്കിക്കൊള്ളും. മാതൃകൂൺവിത്ത് വളർത്തിയെടുക്കുവാൻ പ്രത്യേക മീഡിയം ആവശ്യമുണ്ട്. പൊട്ടറ്റോ ഡെക്സ്ട്രോസ് അഗർ എന്ന മാധ്യമമാണ് ഇതിനായി ഉപയോഗിക്കുക. കൂണിന്റെ കുടയും തണ്ടും ചേരുന്ന ഭാഗത്തിൽ നിന്നാണ് മാതൃവിത്ത് ഉണ്ടാക്കുവാനുള്ള ആദ്യ കോശം പുറത്തെടുക്കുക. അത് പ്രത്യേക മാധ്യമത്തിൽ വളർത്തിയെടുക്കുന്നതോടെ 10 ദിവസം കഴിയുമ്പോഴേക്കും മൈസീലിയമായി മാറും. മൈസീലിയത്തിൽ നിന്നാണ് മദർ സ്പാൺ സൃഷ്ടിക്കുക. കൂൺവിത്തുകളുടെ പാക്കറ്റിലേക്ക് 20 ഗ്രാമോളം മദർ സ്പാൺ ചെല്ലുന്നതോടെ അത് ഒക്കെയും പടർന്ന് വളർന്നു നിറഞ്ഞ് വലിയ പാക്കറ്റുകളായി മാറും. 10 ദിവസം കൊണ്ട് മൊത്തത്തിൽ വളർന്നു നിറയാൻ ഇവർ തയ്യാറായി. മാതൃവിത്തിനെ ഉടച്ച് അടുത്ത വിത്തുണ്ടാക്കുകയാണ് ഈ രീതിയിൽ ചെയ്യുക. കൃഷിക്ക് അനുയോജ്യമായ വിത്ത് പുറത്തെടുത്ത് വിതരണം ചെയ്യാം. മാതൃവിത്തിനും മൈസീലിയത്തിനുമൊക്കെ ഉയർന്ന വിലയുണ്ട്. എന്നാൽ കൃഷിക്ക് അനുയോജ്യമായ വിത്തുണ്ടാക്കി കഴിയുന്നതോടെ ഇതിന് വില കുറയും. കർഷകർക്ക് 40 രൂപയ്ക്ക് സ്പോൺ നൽകുവാൻ കലാലയം തയ്യാറാണ്. കൃഷിക്കനുയോജ്യമായ വിത്തുകളാണ് ചിപ്പിക്കൂണിൻ്റെയും പാൽക്കൂണിൻ്റെയും പ്രത്യേക ബെഡുകളിലേക്ക് എത്തുക. കൂൺ ദേവഭക്ഷണമാണ്. അതിൻ്റെ ചാരുതയും നൈർമല്യവുമൊക്കെ കലർപ്പില്ലാതെ സൂക്ഷിക്കേണ്ടത് സർവകലാശാലയുടെ ഉത്തരവാദിത്തം കൂടിയാണ്. ക്യാമ്പസിലെ മറ്റൊരിടത്തേക്ക് ചെന്നു. അവിടെ അത്രയും അലങ്കാര കോഴികൾക്കായി ഒരു വിശാല സാമ്രാജ്യം തീർത്തിരിക്കുന്നു. തണൽമരങ്ങൾ കുടവിരിക്കുന്നയിടത്ത് വയർവഷ് കേജുകളിലായി കോഴികളിലെ സുന്ദരന്മാരും സുന്ദരിമാരും വിലസുന്നു. ഒക്കെയും വിദേശ ഇനങ്ങൾ. പോളിഷ് ക്യാപ്പും ബ്രഹ്മയും സുൽത്താനും സിൽക്കിയും മില്ലി ഫ്ലൂറുമൊക്കെ നിരന്നു നിൽക്കുന്നുണ്ട് ഇവിടെ. ആ സൗന്ദര്യം മൊത്തം പുറത്ത് കാണത്തക്ക രീതിയിൽ ചായം പൂശിയാണ് കൂടുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. സിൽക്കിയാണ് ഒരു പ്രധാന ഇനം. വെൺട്രോമ പട്ടുപുതച്ച മേനിയാണ് സിൽക്കിക്ക്. ചോരചുവപ്പൻ തലപ്പൂവും നീലച്ചെവികളും മഞ്ഞ ചുണ്ടുകളുമൊക്കെയായി സിൽക്കി അങ്ങനെ വിലസി നിൽക്കും. അലങ്കാര കോഴികളിൽ താരതമ്യേന അല്പം വില കുറഞ്ഞവരാണ് സിൽക്കി കോഴികൾ. നാലക്ക സംഖ്യകളിലേക്ക് വില തുടങ്ങുന്ന സുൽത്താന് പ്രത്യേക ഒരിടമുണ്ട്. ടർക്കിക്കാരായ സുൽത്താൻ കോഴികൾ വെണ്മയുടെ പര്യായമാണ്. ശുഭ്രശോഭയുള്ള തലക്കിരീടമുണ്ട് സുൽത്താന്. നടുവിൽ ചോരചുവപ്പൻ രത്നം പതിച്ച പോലെയുള്ള അഴക്. നീണ്ട അങ്കവാലികളും ആടയുമൊക്കെയായി സുൽത്താൻ നിന്നാൽ ആരും മോഹവില കൊടുത്തുപോകും. സിൽവർ ലേസ് ആകട്ടെ ഇരട്ടവർണ്ണക്കാരാണ്. വെള്ളത്തൂവലുകളിൽ തുടങ്ങി
കഴുത്തിൽ നേരെ പടരുന്ന ശ്യാമരേഖകൾ അവരുടെ അഴകാണ്. വാലഗ്രമാകട്ടെ കുടപോലെ വിരിഞ്ഞ് കറുത്ത തൂവലുകൾ നിറഞ്ഞു നിൽക്കും. അലങ്കാരക്കോഴികൾക്ക് തീറ്റയും വെള്ളവുമൊക്കെ നൽകാൻ പ്രത്യേക സംവിധാനമുണ്ട്. തീറ്റപാത്രങ്ങളും ഡ്രിങ്കറുകളുമൊക്കെ ഭംഗിയായി സജ്ജീകരിച്ചിരിക്കുന്നു. മുട്ട കുറവാണ് എന്നതാണ് അലങ്കാരക്കോഴികളുടെ പ്രശ്നം. പക്ഷേ കോഴിമുട്ടയ്ക്ക് 5 രൂപയോ 7 രൂപയോ അല്ല, 50 മുതൽ തുടങ്ങും വില. ആരും ഓംലറ്റ് അടിച്ച് കഴിക്കില്ല എന്നർത്ഥം. മൂല്യവർദ്ധിതമായ അലങ്കാരക്കോഴി മുട്ടകളെ വിരിയിക്കുവാൻ പ്രത്യേക സംവിധാനം കോളേജിലുണ്ട്. അതും അല്പം പ്രായോഗിക പരിചയത്താൽ രൂപപ്പെടുത്തിയതാണ്. ഇൻക്യുബേറ്ററിന്റെ സൃഷ്ടിക്കായി ഉപയോഗിച്ചിരിക്കുന്നത് പാഴായിപ്പോയ ഫ്രിഡ്ജുകളാണ്. 3 DC ഫാനും 12 വോട്ടിന്റെ DC ബൾബുകളുമൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആർദ്രതയും ഊഷ്മാവും നിലനിർത്തുവാൻ പ്രത്യേക സംവിധാനങ്ങൾ. തെർമോ കൺട്രോൾ യൂണിറ്റ് 2 എണ്ണമാണ് ഫ്രിഡ്ജിനുള്ളിൽ പ്രവർത്തിക്കുക. ആർദ്രത എപ്പോഴും നിലനിർത്തുവാൻ വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്ന വാട്ടർ ട്രേകളുണ്ട്. അലങ്കാരക്കോഴികളുടെ കുഞ്ഞുങ്ങളെയും കലാലയത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്നു. നേരെ പോയത് നഴ്സറിയിലേക്കാണ്. ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങുമൊക്കെ നല്ല തൈകളിൽ ചെയ്യുവാൻ സന്നദ്ധമായിരിക്കുന്നു നഴ്സറികൾ. ഇതാ നോക്കൂ, സപ്പോട്ടയുടെ തൈയാണ്. മികച്ച കായ്ഫലം തരുന്ന സപ്പോട്ടയുടെ തൈകൾ അഥവാ സയോൺ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് മാതൃസസ്യങ്ങളിലാണ്. മാതൃസസ്യങ്ങളാകട്ടെ സപ്പോട്ടയുടെ കുടുംബത്തിൽ പെടുന്നവരും. കിർണി എന്ന വനത്തിലെ സപ്പോട്ട മരത്തെയാണ് ഇതിനായി ഉപയോഗിക്കുക. സയോൺ അഥവാ ഇറക്കി വയ്ക്കുന്ന നല്ല സസ്യത്തെ ഇലകൾ പൊഴിക്കാതെ തന്നെ വളർത്തിയെടുക്കുവാൻ കഴിയും. ഗ്രാഫ്റ്റ് ചെയ്താൽ 2 മാസത്തിനുള്ളിൽ തന്നെ വിൽക്കാമെന്നതാണ് ഇത്തരം തൈകളുടെ മേന്മ. കാണുന്നവരിൽ യഥാർത്ഥ സപ്പോട്ട തൈകൾ എന്നേ തോന്നും. ഇലകൾ പൊഴിച്ച് ഗ്രാഫ്റ്റ് ചെയ്താൽ അത് വളർന്നെത്താൻ വർഷം 1 എടുക്കും. ഇപ്പോഴാകട്ടെ 2 മാസത്തിനുള്ളിൽ തന്നെ തൈകൾ വിൽപ്പന പരുവത്തിലാവും. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സപ്പോട്ട ഗ്രാഫ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് സയോൺ ഇലകളൊക്കെ കളഞ്ഞിട്ടാണ് തൈകൾ ഉൽപ്പാദനം നടക്കുക. ദീർഘകാലം ഒരു വർഷക്കാലത്തേക്ക് നമുക്ക് വേണ്ടിവരും സപ്പോട്ട ഗ്രാഫ്റ്റ് നമുക്ക് വിൽക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ നമുക്കിവിടെ ഇല കളയാതെ തന്നെ ഒരു ചേമ്പറിനകത്തേക്ക് സപ്പോട്ട ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ, അതായത് ഒരു 2 മാസത്തിനകം തന്നെ നമുക്ക് നല്ല സപ്പോട്ട ഗ്രാഫ്റ്റുകൾ നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ട് സപ്പോട്ടയുടെ റൂട്ട് സ്റ്റോക്ക് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുക. നല്ല വിളവ് തരുന്ന സപ്പോട്ടയുടെ സയോൺ കമ്പുകൾ ഇല കളയാതെ തന്നെ എടുത്ത് അതിനകത്ത് നമ്മൾ റൂട്ട് സ്റ്റോക്ക് കട്ട് ചെയ്തിട്ട് സയോൺ കമ്പിനെ സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റിംഗ്, അതായത് V ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതും, ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ഒരു ടണൽ പോലുള്ള ഒരു ചേമ്പർ നമ്മൾക്കുണ്ടാക്കിയിട്ട് ആ ചേമ്പറിനകത്തേക്ക് 1 മാസക്കാലം അങ്ങനെ തന്നെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100% വിജയിച്ച് കിട്ടുന്ന ഒരു പുതിയ മെത്തേഡാണ് നമ്മൾ പടന്നക്കാട് കാർഷിക കോളേജിൽ ചെയ്തു വരുന്നത്. ഒന്നാന്തരം ജൈവവളങ്ങളും ജൈവ കുമിൾനാശിനികളും കീടനാശിനികളുമൊക്കെ ഉണ്ടാക്കുന്ന പ്രത്യേക യൂണിറ്റ് കലാലയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ട്രൈക്കോഡർമയും സ്യൂഡോമോണസുമൊക്കെയാണ് പ്രധാന ഇനങ്ങൾ. ജൈവവളം സമ്പുഷ്ടീകരിക്കുന്ന ട്രൈക്കോഡർമ ജൈവ കുമിൾനാശിനി കൂടിയാണ്. ട്രൈക്കോഡർമയെ കൾച്ചർ ചെയ്ത് വളർത്തിയെടുക്കുവാൻ പ്രത്യേക ലബോറട്ടറി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയും വളർത്തിയെടുക്കുവാൻ ചില മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പൊട്ടറ്റോ ജാഗറി ബ്രോത്തിലാണ് ട്രൈക്കോഡർമ വളരുന്നത്. ട്രൈക്കോഡർമ ബിറിഡി എന്ന ജീവാണുവിനെ ഇതിൽ വളർത്തിയെടുക്കും. 7-ാം ദിവസം തന്നെ വളർന്നു നിറയുന്ന ബ്രോത്തിൽ നിന്നും 8 മില്ലിമീറ്റർ വ്യാസത്തിലുള്ള ഡിസ്കുകൾ മുറിച്ചെടുക്കും. തുടർന്ന് ഇൻക്യുബേറ്റർ ചേമ്പറിൽ 1 ആഴ്ച വളർത്തിയെടുത്താൽ നല്ല മൈസീലിയം തയ്യാറാകും. ടാൽക്കം പൗഡറുമായി കൂട്ടിക്കലർത്തി ജലാംശം നീക്കിയാണ് ട്രൈക്കോഡർമയെ സൃഷ്ടിക്കുക. 1 ലിറ്റർ ട്രൈക്കോഡർമയുടെ ഉടച്ച മൈസീലിയത്തെ 2 കിലോ ടാൽക്കം പൗഡറുമായി ചേർക്കും. റോട്ടറി എന്ന പ്രത്യേക ഉപകരണത്തിലാണ് ഇതിനെ മിക്സ് ചെയ്യുക. നല്ല പൾപ്പ് കിട്ടിത്തുടങ്ങിയാൽ പിന്നെ തണലിൽ ഉണക്കി 40% ആർദ്രത നിലനിർത്തും. പൊടിച്ചെടുത്താൽ ഒന്നാന്തരം ട്രൈക്കോഡർമ പാക്കുകളായി. ജൈവ കുമിൾനാശിനികൾക്കും കീടനാശിനികൾക്കുമൊക്കെ വലിയൊരു വിഭാഗം കർഷകർ ഇന്നും ആശ്രയിക്കുന്നത് പടന്നക്കാട് കോളേജിനെയാണ്. ഓരോ സസ്യങ്ങൾക്കും വിസ്തൃതമായ നഴ്സറിയുണ്ട് എന്നുള്ളതാണ് പടന്നക്കാട് കോളേജിന്റെ മേന്മ. ഇതാ നോക്കൂ, സൽകീർത്തി വെണ്ടയ്ക്കായി ഒരു പ്രദർശന തോട്ടം തന്നെയുണ്ട്. സൽകീർത്തി നിറഞ്ഞു കായ്ക്കുന്ന വെണ്ട ഇനമാണ്. വെണ്ടയെ ബാധിക്കുന്ന മൊസൈക്ക് രോഗങ്ങൾക്ക്
എതിർ നിൽക്കുവാൻ സൽകീർത്തിക്ക് കഴിയും. കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഈ വെണ്ട ഇനത്തിന് ആരാധകർ ഏറെയുണ്ട്. പുസ പർപ്പിൾ ലോങ് വഴുതന ഉൾപ്പെടെയുള്ള മിക്ക പച്ചക്കറി തൈകൾക്കും കർഷകർ ആശ്രയിക്കുന്നത് പടന്നക്കാട് കോളേജിനെയാണ്. ഞങ്ങൾ ഒന്ന് കൃഷിക്കാരുടെ തോട്ടങ്ങളിലേക്ക് പോയിട്ട് ഇവിടുന്ന് വിദ്യാർത്ഥികളെയും കൂട്ടി കൃഷിക്കാരുടെ തോട്ടങ്ങളിലേക്ക് പോയി അവിടുത്തെ രോഗങ്ങൾ, കീടങ്ങൾ, പോഷക പ്രശ്നങ്ങൾ മുതലായിട്ടുള്ളവ മുഴുവൻ പരിശോധിച്ച് കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എഴുതി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫീൽഡ് വിസിറ്റും ഉണ്ട്, അഗ്രോ ക്ലിനിക്കുകളും നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഒരു 70ഓളം അഗ്രോ ക്ലിനിക്കുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള പരിശീലന പരിപാടികൾ, കൂൺ കൃഷിയുടെ പരിശീലനം, തേനീച്ച വളർത്തലുള്ള പരിശീലനം, കുടുംബശ്രീകൾക്കുള്ള പരിശീലനം, വിവിധ കൃഷിക്കാരുടെ ഗ്രൂപ്പുകൾക്കുള്ള പരിശീലനം, ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകൾ, പരിശീലന പരിപാടികൾ നടത്തുന്നുണ്ട്. അതുമാതിരി അഗ്രികൾച്ചർ ഓഫീസേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കുകൾ, പ്രോജക്റ്റ് ക്ലിനിക്കുകൾ, അതുമാതിരിയുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. പിന്നെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ വിവിധങ്ങളായിട്ടുള്ള ജൈവിക നിയന്ത്രണ ഉപാധികളുണ്ട്. ആ ഉപാധികൾ മുഴുവൻ കൃഷിക്കാർക്ക് ലഭ്യമാണ്. പഴങ്ങൾക്കും ഫലസസ്യങ്ങൾക്കുമായി പ്രത്യേകം നഴ്സറികളാണ് പടന്നക്കാട് കോളേജിലുള്ളത്. വിദ്യാർത്ഥികൾക്ക് എന്നും ഇവിടെ പ്രവൃത്തി പരിചയമുണ്ട്. സൂപ്രണ്ടിനാണ് എല്ലാത്തിൻ്റെയും ചുമതല. കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കി വളർത്തിയെടുക്കുന്ന സസ്യങ്ങൾ പേരറിയാത്ത അനേകായിരം കർഷകരുടെ ഭവനങ്ങളിലേക്കാണ് പോവുക. അവിടെയൊക്കെയും അത് കുലച്ചുമറിയുമ്പോൾ ഒരു അഭിമാനം തോന്നാറുണ്ട്. അതിസൂക്ഷ്മ സാങ്കേതികതകളിലൂടെ വികസിപ്പിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് കോളേജിന്റെ സമ്പത്ത്. കാർഷിക ലോകത്തിന് പടന്നക്കാട് കോളേജിന്റെ സംഭാവനയും അതുതന്നെ. ക്യാമ്പസ് വിട്ട് പുറത്തെത്തിയാൽ അവയെ രോഗകീടങ്ങൾ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനാണല്ലോ ശാസ്ത്രജ്ഞർ. കലാലയത്തിൻ്റെ മറ്റ് സേവനങ്ങൾ കാർഷിക മേഖല കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവരിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തു? ഈ പടന്നക്കാട് കാർഷിക കോളേജ് തുടങ്ങിയപ്പോൾ നമ്മൾ കാർഷിക അധ്യാപനത്തിൽ മാത്രമല്ല നമ്മൾ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. വിജ്ഞാന വ്യാപനത്തിലും ഗവേഷണ പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാർഷിക വിദ്യാർത്ഥികളുടെ പഠനം എന്നുള്ളത് അതിൻ്റെ ചെറിയൊരു അംശം മാത്രമായിട്ടുള്ളൂ. വിദ്യാർത്ഥികളെ കൊണ്ട് കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ധാരാളം പദ്ധതികൾ നമ്മൾ നടക്കുന്നുണ്ട്. 2009 മുതൽ PG പ്രോഗ്രാമുകൾ നമ്മളിവിടെ നടത്തി. അതിലെടുത്തു പറയേണ്ട നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രക്ഷണൽ ഫാം, അത് കർഷകർക്ക് ഗുണമേന്മയുള്ള മാവിൻ്റെ ആയാലും തെങ്ങിൻ്റെ ആയാലും വിത്തും തൈകളും കൊടുക്കുന്നതിനുള്ള ഒരു പ്രധാന കേന്ദ്രമായി മലബാർ മേഖലയിലെ ഒരു പ്രധാന കേന്ദ്രമായി മാറി എന്നുള്ളതാണ്. അതിൽ ഫിറങ്കിഡിൽ എടുവ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പിന്നെ ടിഷ്യൂ കൾച്ചർ മേഖലയിൽ നമ്മൾ ഗുണമേന്മയുള്ള വാഴയുടെ തൈകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കാസർഗോഡല്ല മറ്റ് പല മേഖലകളിലേക്കും തന്നെ കേരളത്തിന് പുറത്തുള്ള ജില്ലകളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും മഹാരാഷ്ട്ര വരെ അതിൻ്റെ തൈകൾ കൊണ്ടുപോകുന്നുണ്ട്. ഈ രജത ജൂബിലി നിറവിൽ നിൽക്കുമ്പോൾ അങ്ങയുടെ ഒരു സ്വപ്നം എന്താണ്? ഇത് ഇനിയും ധാരാളം മുന്നോട്ട് പോകാനുണ്ട്. കാർഷിക വിദ്യാർത്ഥികളുടെ കൂടി കഴിവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ സ്വയം സംരംഭക നേതൃത്വകരാക്കി മാറ്റിക്കൊണ്ട് ധാരാളം തൊഴിൽ അന്വേഷകർ എന്നുള്ളതിൽ മാറി തൊഴിൽ ദാതാക്കളായിട്ട് അവരെ സൃഷ്ടിച്ച് ഒരു പുതിയ കാർഷിക സംസ്കാരവും കാർഷിക വിപ്ലവവും നമ്മുടെ ഇവിടെ ഉണ്ടാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം തുറന്നതോടുകൂടി എക്സ്പോർട്ട് മേഖലയിലുള്ള നമ്മുടെ സാധ്യതകൾ വളരെ അനന്തമാണ്. അതിന് നമ്മുടെ ഗ്രൂപ്പുകളെ സജ്ജരാക്കാനും ബിസിനസ് ഇൻക്യുബേറ്റർ പോലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫലങ്ങളും സസ്യങ്ങളും പച്ചക്കറികളുമൊക്കെയായി നിറഞ്ഞു വിളഞ്ഞു കിടക്കുന്ന ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാർഷിക ശാസ്ത്രത്തിനായി സർവകലാശാല എക്കാലവും സൃഷ്ടിച്ച ഒരു രത്നമാണ് പടന്നക്കാട് കോളേജ്. രജത ജൂബിലിയുടെ ഈ നിറവിൽ നിൽക്കുമ്പോൾ അതിന് മാനം മുട്ട വളരാനുള്ള ശേഷിയുണ്ട്. അത് കണ്ടു മടങ്ങുമ്പോൾ സായുജ്യവും. മലബാറിൽ മറ്റൊരു കാർഷിക മാമാങ്കത്തിനുള്ള കേളികൊട്ട് ഉയരുകയാണ്. ഇനിയും വലിയ വാനങ്ങൾ കീഴടക്കാനുണ്ട് പടന്നക്കാട് കാർഷിക കോളേജിന്. നേരാം ഭാവുകങ്ങൾ.